സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ജ്യോതി ഉദയഭാനുവിനെ ആദരവോടെ ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാമായ ഗുരു അഭിവന്ദ്യ ശിഷ്യപൂജിത നമ്മുടെ ശാന്തിഗിരി ആരോഗ്യരംഗത്തിൻ്റെ നെടുന്തൂണായിട്ട് നമ്മളോടൊപ്പം നമ്മളുടെ ഒരാളായി നിന്ന് പ്രവർത്തിക്കുന്ന സമാദരണീയ ഹെഡ് സ്വാമി ഗുരുസവിത് ജ്ഞാന തപസി, പ്രിയപ്പെട്ട ഡോക്ടർ, ഈ ചടങ്ങിലേക്ക് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ ശാന്തിഗിരി മെഡിക്കൽ സർവീസസ് ഡിവിഷൻ്റെയും ശാന്തിഗിരി മെഡിക്കൽ എഡ്യൂക്കേഷൻസിൻ്റെയും ഹെഡ് കോർഡിനേഷനായ സമാദരണീയ സ്വാമി ഗുരുസവിത് ജ്ഞാന തപസിയെ ഗുരുനാമത്തിൽ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ മെഡിക്കൽ അഡ്വൈസറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ബി രാജ്കുമാർ സാറിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ ശാന്തിഗിരിയുടെ ആയുർവേദ രംഗത്തിൻ്റെ നെടുന്തൂണായി നിന്ന് പ്രവർത്തിക്കുന്ന ഡോക്ടർ രവീന്ദ്രൻ സാറ്, അദ്ദേഹത്തെ ഗുരുനാമത്തിൽ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്കേറെ പരിചിതമായ ജയശ്രീ ഡോക്ടറെ ഗുരുനാമത്തിൽ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. DGM പത്മകുമാർ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ അംബാല, നമ്മുടെ ലാലി മാഡം ഈ ഒരു 2 ഹോസ്പിറ്റലുകളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുവന്ന ലാലി മാഡത്തിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കൂടാതെ ഡോക്ടർമാരായിട്ടുള്ള ആശാ വിനോദ്, വിദ്യ, മിഥുന, നമ്മളുടെ ആയുർവേദ രംഗത്തിൻ്റെ നെടുന്തൂണായി നിന്ന് പ്രവർത്തിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട തെറാപ്പിസ്റ്റുകളുണ്ട്. അവരെ എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചുകൊള്ളുന്നു. പിന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം 24 മണിക്കൂറും ഇതിൻ്റെ പ്രവർത്തനത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ശ്രീജിത്തിനെ ഇതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ രശ്മി ക്ഷണിച്ചുകൊള്ളുന്നു. ശാന്തിഗിരി ഹെൽത്ത് കെയർ ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ മെഡിക്കൽ സർവീസ് ഡിവിഷൻ്റെ മാർക്കറ്റിങ്ങിൻ്റെയും ഒക്കെ DGM ആയ ഹരീഷ് സാറിനെയും പിന്നെ നമ്മളുടെ സീനിയർ മാനേജറായിട്ടുള്ള രാജീവ് സാറിനെയും ഈ വേദിയിലേക്ക് ഹാർദപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ വളരെ സന്തോഷകരമായ ഒരു സമയത്താണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. നാഷണൽ ആയുഷ് ഡേ ആചരിക്കുന്ന ആ ഒരു കാര്യം നമ്മുടെ ചെറിയ ഒരു പ്രസ്ഥാനത്തിലും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ശാന്തിഗിരി എന്ന വലിയ ഒരു ബ്രാൻഡിൻ്റെ ഒരു സ്ഥാപനം, ഓരോ സ്ഥാപനങ്ങളിലും ഇന്ന് ഈ ആയുർവേദ ദിനം ഭംഗിയായിട്ട് ആചരിക്കുകയാണ്. നമ്മുടെ ആയുർവേദ ദിനത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ സാധാരണ നമ്മൾ ആയുർവേദ ദിനം ആചരിച്ചുകൊണ്ടിരുന്നത് ധന്വന്തരിയുടെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഓരോ വർഷവും ധന്വന്തരിയുടെ ജന്മദിനം ഇങ്ങനെ മാറി മാറി വരും. കാരണം നമ്മുടെ ആയുർവേദ ആശുപത്രിയാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ശരിയായ രീതിയിൽ ആയുർവേദത്തിൻ്റെ നന്മ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും പിടിപെട്ട രോഗങ്ങളിൽ നിന്നും മുക്തിക്ക് വേണ്ടിയും ആയുർവേദത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനും ആയുർവേദത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതിനും ആയുർവേദ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ദിനം സഹായിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സെപ്റ്റംബർ 23 എന്ന് പറയുമ്പോൾ രാത്രിയും പകലും ഒരുപോലെ വരുന്ന ദിവസമാണ്. അപ്പോൾ അത് പ്രകൃതിയുമായിട്ട് നമ്മുടെ ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ലയിച്ച് നിൽക്കുന്ന ഒരു ദിവസം. അതുകൊണ്ടാണ് ഈ ദിവസം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയത്. ആ ദിവസത്തിൻ്റെ രാത്രിയും പകലും ഒരുപോലെ നിൽക്കുന്ന ഈ ദിവസത്തിൻ്റെ മഹിമയിൽ നമ്മുടെ രാജ്കുമാർ സാറിനെയും രവീന്ദ്രൻ ഡോക്ടറെയും ജയശ്രീ ഡോക്ടറെയും അംബാല ഡോക്ടറെയും നമ്മളിവിടെ ആദരിക്കുകയാണ്. ഗുരുവിൻ്റെ 3 മഹത്തായ ലക്ഷ്യങ്ങളിലൊന്നാണ് ആതുരസേവനം. അന്നദാനം, ആതുരസേവനം, ആത്മബോധനം. അതിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം ചരിതാർത്ഥ്യമുണ്ട്. അതിൽ ഇനിയും എന്നും ഏറ്റവും ആത്മാർത്ഥതയോടെയും അർപ്പണത്തോടും കൂടി നിന്ന് പ്രവർത്തിക്കാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിജയത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവരും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് നമുക്ക് വിജയം നേടാൻ കഴിയുന്നുമുണ്ട്. ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയതിൽ ഇത്രയും പേരെ ആദരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ അലോപ്പതിയിൽ നിന്ന് പലരും ആയുർവേദത്തിലോട്ട് മടങ്ങി വരുന്നുണ്ട്. ഇതൊരു വലിയൊരു വിജയമായിട്ട് മാറും. ഈ ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഇനിയും വളരെയധികം മുന്നോട്ട് പോട്ടെ, വളരെയധികം പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒന്ന് നിറയട്ടെ എന്ന് സർവ്വകാരുണ്യവാനായ ഗുരുവിനോട് പ്രാർത്ഥിച്ചു. ഗുരുവിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു വലിയ കാരുണ്യം എല്ലാവർക്കും ഉണ്ട്. അതാണ് ഈ ദിനത്തിൻ്റെ മഹിമ. കാരണം ആയുർവേദം എന്ന് പറയുന്നത് തന്നെ ആചാര്യന്മാരുടെ ഒരു
കാരുണ്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന് നമ്മുടെ ഗുരുവിങ്കിലെത്തി അതിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാന്യ ഡോക്ടർമാരോട് നമ്മൾ പകരുകയാണ്. ഗുരു എന്നും നമുക്ക് തരുന്ന ഒരു സ്നേഹമാണ് പരസ്പരം പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗോവിന്ദവും അതുപോലെ തന്നെ ഇവിടുത്തെ ഡോക്ടർമാരെ ലോകത്തെത്തിക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ ഇനി തുടർന്നും അങ്ങനെ ഉണ്ടാവട്ടെ. ഈ ആയുർവേദ ദിനത്തിൽ എല്ലാവർക്കും ആ ഒരു ചിന്ത എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടാവണം. ഇവിടെ പങ്കെടുത്ത എല്ലാ ബഹുമാന്യരായ ഡോക്ടർമാർക്കും എല്ലാ അംഗങ്ങൾക്കും ഗുരുനാമത്തിൽ നന്ദി അറിയിക്കുന്നു.